What's your favorite DC superhero? Lobo. റീജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവെട്ടി കളഞ്ഞാൽ പോലും വീണ്ടും റീജനറേറ്റ് ആവുന്ന ഒരു ക്യാരക്ടർ, വളരെയധികം എക്സെൻട്രിക് ആയ ഡാർക്ക് ഹ്യൂമർ ഒക്കെ പറയുന്ന വയലൻസിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടർ. അതും അറ്റ് എ പോയിന്റ് ഓഫ് ടൈമിലൊക്കെ താനൊരു ഫിക്ഷണൽ ക്യാരക്ടറാണെന്ന് മനസ്സിലായി തന്നെ ഓഡിയൻസിനോട് ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്ത് സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ. ഇത്രയും കേട്ടപ്പോൾ ഡെഡ് പൂളിനായിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചല്ലേ? പക്ഷെ ഡെഡ് പൂളിന് മുമ്പേ വന്ന ഒരു DC ക്യാരക്ടറുണ്ട് ഇതുപോലെ തന്നെ. അതാണ് ലോബോ. മാർവലിന്റെ ഒട്ടുമിക്ക ക്യാരക്ടേഴ്സിനെ ക്രിയേഷനിൽ പങ്കുള്ള സാക്ഷാൽ സ്റ്റാൻലിയോട് ഒരിക്കലും ഒരു ഇന്റർവ്യൂവർ ചോദിച്ചത് ഈ ഒരു ചോദ്യമാണ്: താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട DC ക്യാരക്ടർ ഏതാണ്? അതേപോലെ ഏത് DC ക്യാരക്ടറാണ് താങ്കൾ ചെയ്തില്ല എന്നോർത്ത് ഡിസപ്പോയിന്റ് ആയത്? അപ്പോൾ സ്റ്റാൻലി പറഞ്ഞ പേര് ലോബോയുടേതാണ്. DCയുടെ കടുത്ത ആരാധകർക്കിടയിൽ മാത്രം നിറഞ്ഞിരുന്ന ലോബോ എന്ന ക്യാരക്ടർ ഈ വർഷം വരാൻ പോകുന്ന സൂപ്പർ ഗേൾ സിനിമയിലൂടെ മെയിൻ സ്ട്രീം ആവാൻ പോവുകയാണ്. അതും സാക്ഷാൽ ജെയ്സൺ മൊമോയാണ് ലോബോ ആയിട്ട് വരുന്നത്. പണ്ട് മുതലേ വലിയൊരു ഫാൻ കാസ്റ്റ് ആയിരുന്നു ജെയ്സൺ മൊമോ ലോബോ ആവുന്നത്. പക്ഷെ അക്വാമാൻ ആയിരുന്ന ജെയ്സൺ മൊമോയ്ക്ക് ആ റോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒബ്വിയസ് ആയിരുന്നു. എന്നാൽ ജെയിംസ് ഗണ്ണിന്റെ കടന്നവരോടുകൂടി DC പുതിയൊരു യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അക്കൂട്ടത്തിൽ ഏറ്റവും ആദ്യം ജെയിംസ് ഗൺ എടുത്ത ഡിസിഷൻസിൽ ഒന്നായിരുന്നു ജെയ്സൺ മൊമോയെ ലോബോ ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളത്. അതിന് ഇപ്പോഴത്തെ വർഷങ്ങളുടെ കാത്തിരിപ്പിനുള്ളിൽ ജെയ്സൺ മൊമോയുടെ ലോബോ ഈ വർഷം റിലീസ് ആവാനിരിക്കുന്ന സൂപ്പർ ഗേളിലൂടെ ബിഗ് സ്ക്രീനിലെത്തുകയാണ്. ഇന്റർഗലാക്ടിക് ബൗണ്ടി ഹണ്ടറായ ലോബോയുടെ അടുത്ത് പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബൗണ്ടി കൊടുത്താൽ സാക്ഷാൽ ജസ്റ്റിസ് ലീഗിനെയും ഡാർക്ക് സൈഡിനും വരെ തട്ടാൻ റെഡിയാണെന്ന് മാത്രമല്ല, തട്ടാനുള്ള പവറും കേപ്പബിലിറ്റീസും ട്രിക്സും ഒക്കെ ലോബോയുടെ കയ്യിലുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലോബോ എന്ന ക്യാരക്ടറിന്റെ ഹിസ്റ്ററി, ഒറിജിൻസ്, പവേഴ്സ് ആൻഡ് വീക്ക്നെസ്, ഇതുവരെ വന്ന ലോബോയുടെ പല വേർഷൻസ് ആൻഡ് ഇനി വരാനിരിക്കുന്ന ജെയ്സൺ മൊമോയുടെ DC വേർഷൻ, അങ്ങനെ ലോബോ എന്ന ക്യാരക്ടറിന്റെ A to Z കാര്യങ്ങൾ നമ്മൾ ഒറ്റ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. വെൽക്കം ടു കൊമിങ് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ലോബോ ആദ്യമായി DC കോമിക്സിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇന്ന് ഈ കാണുന്ന രൂപമോ അല്ലെ ഇന്നത്തെ ഒരു സ്വഭാവമോ ഒന്നും ആയിരുന്നില്ല. ഒറിജിനലിൽ ഇപ്പോൾ ഉള്ളതുപോലെ കുറേ കാര്യങ്ങളുണ്ടോ എന്ന് മാത്രം. ബാക്കി ഒരുപാട് ഡിഫറൻസ് ആയിരുന്നു ഒറിജിനൽ ലോബോയ്ക്കുള്ളത്. അപ്പോൾ ഈ ഒറിജിനൽ ലോബോ ക്യാരക്ടർ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് 1983 ഒമേഗ മെൻ ഇഷ്യൂ നമ്പർ 3 ഗ്രീൻ ലാൻഡേൺ കോമിക് സീരീസിലൂടെയാണ് ആദ്യമായിട്ട് ഒമേഗ മെൻ എന്ന സൂപ്പർ ഹീറോ ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഒമേഗ മെന്നിനെ കൊല്ലാൻ വേണ്ടി വരുന്നൊരു ബൗണ്ടി ഹണ്ടറായിട്ടാണ് ലോബോയുടെ കടന്നുവരവ്. ലോബോയുടെ ഒറിജിൻ എന്ന് പറയുകയാണെങ്കിൽ വെൽറോപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേസിൻ്റെ ഭാഗമായിട്ട് ഒരു പ്ലാനറ്റ് താമസിക്കുകയായിരുന്നു ലോബോ. എന്നാൽ അവിടെ എത്തിയ സയോൺസ് എന്ന മറ്റൊരു ഏലിയൻ സ്പീഷീസ് വെൽറോപ്പീസിനെ മുഴുവൻ ഇല്ലാതാക്കുകയും ലോബോ അവരുടെ സോൾ സർവൈവറായിട്ട് മാറുകയും ചെയ്തു. അതായത് സൂപ്പർമാൻ ക്രിപ്റ്റോൻ്റെ അവസാന സർവൈവറാണെന്ന് പറയുന്നത് പോലെ ലോബോ വെൽറോപ്പിയൻസിൻ്റെ കൂട്ടത്തിലെ അവസാനത്തെ സർവൈവറാണ്. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ലോബോയുടെ അടുത്തേക്കാണ് സിറ്റഡൽ എന്ന് പറയുന്ന ഒരു ഫാഷിസ്റ്റ് എംപയറിൻ്റെ കടന്നുവരവ്. അപ്പോൾ ഇവർ ഈ പറഞ്ഞ ഒമേഗാമെൻ്റെ ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ ഒമേഗാമെന്നെ കൊല്ലാൻ വേണ്ടി ലോബോയെ ഹയർ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ലോബോയ്ക്ക് ഒരു ബൗണ്ടിയും കൊടുക്കുന്നു. അങ്ങനെയാണ് ലോബോ ആദ്യമായി ഒരു ബൗണ്ടി ഹണ്ടറായിട്ട് മാറുന്നത്. ആദ്യത്തെ ലോബോയുടെ അപ്പിയറൻസ് ഇപ്പോൾ ഉള്ളതിന് കുറേ ഡിഫറൻ്റ് ആയിരുന്നു. പർപ്പിൾ ഹെയർ ആയിരുന്നു ഈ ക്യാരക്ടറിനുള്ളത്. അതേപോലെ പർപ്പിൾ ആൻഡ് ഓറഞ്ച് കളറുള്ള ലിയോട്ടാർഡ് ആണ് ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ഇന്നത്തെ പോലെ തന്നെ അന്നും ചോക്ക് വൈറ്റ് ആയിട്ടുള്ള സ്കിൻ കളറാണ് ഈ ക്യാരക്ടറിനുള്ളത്. പക്ഷേ അന്ന് ഈ പറഞ്ഞ മീശയും താടിയും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സിറ്റഡൽ ബൗണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ലോബോ ഒമേഗാമെന്നെ കൊല്ലാൻ പോകുന്നത്. പക്ഷേ ആക്ച്വലി പകുതിക്ക് വെച്ചിട്ട് സിറ്റഡൽ ഈ കോൺട്രാക്ട് അങ്ങ് ക്യാൻസൽ ചെയ്തു. കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തതോടെ ലോബോ ഇതിൻ്റെ പരിപാടി നിർത്തി. മറ്റേ ജയിലറിലെ വർമ്മനൊക്കെ പറയുന്നത് പോലെ 100% പ്രൊഫഷണലായിട്ടാണ് ലോബോ ഈ പരിപാടി നടത്തുന്നത്. ബൗണ്ടി കിട്ടുവാണെങ്കിൽ മാത്രമേ ആൾക്കാരെ കൊല്ലൂ. തനിക്ക് ബൗണ്ടി കിട്ടില്ലാത്ത ദേഷ്യത്തിൽ ലോബോ ഒമേഗാമെന്നെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒമേഗാമെൻ ലോബോയുടെ ഹെൽപ്പോടുകൂടി ഈ പറഞ്ഞ സിറ്റഡലിനെ തോപ്പിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ലോബോയുടെ ആദ്യ കൊമിക് സ്റ്റോറി. പിന്നീട് ലീജിയൻ എന്ന് പറഞ്ഞൊരു കൊമിക് സീരീസിലാണ് ലോബോ പ്രധാനമായിട്ട് വന്നുകൊണ്ടിരുന്നത്. ലീജിയൻ ഓഫ് ഡൂം ഒന്നുമല്ല, അതുമായിട്ടൊന്നും യാതൊരു റിലേഷനും ഇല്ലാത്ത ഒരു സ്പേസിൽ നടക്കുന്ന സ്റ്റോറിയാണ് ഈ പറഞ്ഞ ലീജിയൻ കൊമിക് സീരീസിനുള്ളത്. അതിനുശേഷമാണ് DC കോമിക്സിൻ്റെ ഫസ്റ്റ് ബിഗ് മൾട്ടിവേഴ്സൽ ഇവൻ്റായ ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റേഴ്സ് നടക്കുന്നത്. ഇപ്പോൾ DC കോമിക്സ് ഫോളോയുന്നവർക്കറിയാം DCൻ്റെ മാത്രമല്ല ഹോൾ കോമിക് ഹിസ്റ്ററിയിൽ എന്തോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഇവൻ്റ് ആയിരുന്നു ഇതെന്ന്. അതായത് അതുവരെ DC പല രീതിയിൽ പൊക്കോണ്ടിരുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും പല മൾട്ടിവേഴ്സിൽ നടക്കുന്ന കഥകളെയും കൂടെ ഒറ്റ ഇവൻറ്റ് കണക്ട് ചെയ്തു. ഇപ്പോൾ മാർവൽ വരാൻ പോകുന്ന സീക്രട്ട് വാഴ്സ് ഏകദേശം ഇതുപോലെ ആയിരിക്കും. അപ്പോൾ അതിനുശേഷം ഒരു പുതിയ യൂണിവേഴ്സും പുതിയ മൾട്ടിവേഴ്സും തന്നെ ക്രിയേറ്റ് ആയി. അങ്ങനെ പുതിയ മൾട്ടിവേഴ്സ് ക്രിയേറ്റ് ആയതോടുകൂടി പഴയ വെർഷൻസ് ഇല്ലാതായി കുറേ ക്യാരക്ടേഴ്സിന് ഇവർ റീഇൻവെൻറ്റ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ലോബോയുടെ വെർഷനെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ 1990 മൊത്തം നിറഞ്ഞിരുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഈ ലോബോ വെർഷനാണ്. ലോബോയ്ക്ക് സ്വന്തമായിട്ടൊരു സോളോ സീരീസ് വരെ കിട്ടി. അങ്ങനെ ആ സോളോ സീരീസിലൂടെ ലോബോയുടെ സ്റ്റോറി ഇവർ മാറ്റി. ഇപ്പോൾ ലോബോ നേരത്തെ പറഞ്ഞ പോലെ വെൽറോപ്പിയൻസ് എന്ന ആ ഒരു റേസിൻ്റെ ഭാഗമല്ല, പകരം സാർണിയ എന്നൊരു പ്ലാനറ്റിലാണ് ലോബോ ജീവിക്കുന്നത്. സാർണിയ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും ഒരു പാസിഫിസ്റ്റ് കൈൻഡാണ്. അതായത് അവർ വലിയ വഴക്കിനോ പ്രശ്നങ്ങൾക്കോ ഒന്നും പോകത്തില്ല. വളരെ പീസ്ഫുള്ളായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ജനത. പക്ഷെ അവിടെ ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള ഒരാൾ ജനിച്ചു വീണാലോ അതാണ് ലോബോ. വളരെ കുട്ടി എന്ന് വെച്ചാൽ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ ലോബോ അവിടുത്തെ നേഴ്സിനെ അടക്കം വെട്ടിക്കയറുന്ന കഥയൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നീട് ഓരോ പ്രായം കൂടുന്തോറും ലോബോ അവിടെ ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. മൊത്തത്തിലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ജനത, അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ലോബോ ഒരു ഫുൾ റെബൽ എന്നൊക്കെ തന്നെ പറയാം.
ഇത്രയും സമാധാനമായിട്ട് ചെയ്യുന്ന ജനതയുടെ ഇടയിൽ വയലൻസ് ഹരമാക്കിയ ഒരാളായിരുന്നു ലോബോ. വളരെ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ തന്നെ ക്ലാസ്മേറ്റ്സിനെ കൊല്ലുന്നതൊക്കെയായിരുന്നു വിനോദം. ഇവരാണെങ്കിൽ പാസിഫിസ്റ്റ് ആണ് മൊത്തത്തിൽ. അപ്പോൾ ഇവർക്ക് തിരിച്ച് ലോബോയെ അടിച്ച് വീഴ്ത്താനോ അല്ലെങ്കിൽ കൊല്ലാനോ ഒന്നും അവർക്ക് പറ്റുന്നില്ല. കാരണം അവരങ്ങനെ ഒരു പീസ്ഫുൾ ജനതയാണ്. സോ പിന്നീട് ഇവഞ്ച്വലി ലോബോ തൻ്റെ വയലൻസിൻ്റെ എണ്ണം കൂട്ടി വന്നു. ഒരു പോയിന്റ് ഓഫ് ടൈം ഈ പ്ലാനറ്റിലെ പകുതി പേരെയും കൊന്നു. അങ്ങനെ ലോബോ അത്യാവശ്യം ഒരു അഡൾട്ട് ആയപ്പോഴത്തേക്കും പ്ലാനറ്റിലെ മുഴുവൻ പേരെയും കൊന്നു. അതായത് ലോബോ സാർണിയുടെ അവസാനത്തെ സർവൈവറാന്ന് പറയുമല്ലോ. എന്താണ് അവസാനത്തെ സർവൈവർ ആവാൻ കാരണം? ബാക്കി എല്ലാവരും ലോബോ കൊന്നു, അത് തന്നെ. അപ്പോൾ ഇതാണ് ലോബോയുടെ ഒരു ഐഡിയൽ അല്ലെങ്കിൽ ക്ലാസിക് വെർഷൻ എന്ന് പറയാൻ പറ്റുന്നത്. ഒറിജിനൽ വെർഷൻ പിന്നെ ആരും കൊണ്ടുവരാൻ നോക്കിയിട്ടില്ല. ഇതാണ് ലോബോയുടെ ഒരു ഐഡിയൽ വെർഷൻ. ഈ വെർഷനെ ബേസ് ചെയ്തിട്ടാണ് കാർട്ടൂണിലും ഗെയിമിലും സീരീസിലും ഇപ്പോൾ വരാൻ പോകുന്ന DCU സൂപ്പർ ഗേൾ സിനിമയിലാണെങ്കിലും ജേസൺ മോമോയുടെ ക്യാരക്ടറാണ് ഇവർ കൊണ്ടുവരുന്നത്. ലോബോയുടെ പിന്നെ വന്നൊരു ഇൻട്രസ്റ്റിംഗ് സീരീസ് ലോബോകോപ്പാണ്. റോബോകോപ്പ് നിങ്ങൾ പലർക്കും അറിയാവുന്നൊരു സിനിമയായിരിക്കും. ഒരു ടൈമിൽ അമേരിക്കയിൽ വലിയൊരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ലോബോകോപ്പ് എന്ന് പറയുന്നത് പാരഡി ഇവർ ഇറക്കുന്നത്. ബേസിക്കലി ലോബോകോപ്പിൻ്റെ പ്ലോട്ടിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ലോബോയുടെ ബ്രെയിൻ ഉണ്ടല്ലോ, അതിനകത്ത് ഒരു ട്രാൻസ്മിറ്റർ വെച്ചിട്ടുണ്ട്. അതായത് ലോബോയ്ക്ക് എപ്പോഴും തലയിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കണം. നമ്മൾ ഇയർഫോൺ വെച്ച് പാട്ട് കേൾക്കുന്നവരാണ് ലോബോയ്ക്ക് പാട്ട് കേൾക്കുന്നത്. പക്ഷേ ഇയർഫോണൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഫൈറ്റിനിടയിൽ ഇതൊക്കെ പോകുമെന്നുള്ളതുകൊണ്ട് പെർമനൻ്റ് ആയിട്ട് റേഡിയോ ട്രാൻസ്മിറ്റർ എടുത്ത് ബ്രെയിനിൽ വെച്ച്, അതായത് പല ഗാലക്സിലൂടെ പോകുമ്പോൾ അവിടുത്തെ എല്ലാ റേഡിയോ സ്റ്റേഷൻസിലൂടെ ട്യൂൺ ചെയ്തിട്ട് ലോബോയ്ക്ക് തലച്ചോറിനകത്ത് പാട്ട് കേൾക്കാൻ പറ്റും. ലോബോയുടെ റീജനറേഷൻ എബിലിറ്റീസിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഡെഡ്പൂളും വുൾവറിനെ പോലെ ഇൻസൈൻ റീജനറേഷൻ എബിലിറ്റീസ് ഒക്കെയാണ് ലോബോയ്ക്കുള്ളത്. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ലോബോയുടെ എല്ലാ ബോഡി പാർട്സ് നശിച്ച് ഈ പറഞ്ഞ ബ്രെയിൻ മാത്രം ബാക്കിയായി. അപ്പോൾ ഈ ബ്രെയിനിനെ ഒരു സെറ്റ് ഓഫ് ഏലിയൻസ് ഒരു റോബോട്ടിനകത്തേക്ക് വെക്കുന്നു. അങ്ങനെ ലോബോയുടെ ആ ഒരു ബയോളജിക്കൽ ഫോം റോബോട്ടിനകത്തേക്കൂടെ ഫ്യൂസ് ആയിട്ട് ഒരു സൈബോർഗായിട്ട് ലോബോ മാറുന്നു. ഇതാണ് ലോബോകോപ്പ്. നേരത്തെ പറഞ്ഞ റോബോകോപ്പിനെ പോലെ തന്നെ പലരെയും അറ്റാക്ക് ചെയ്യുന്ന ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ലോബോകോപ്പ്. പക്ഷേ ഒബ്വിയസ്ലി ലോബോയുടെ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇനി ലോബോ എന്ന ക്യാരക്ടേഴ്സിൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസിലേക്ക് വരാം. സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്, സ്റ്റാമിന, റിഫ്ലക്സ്, സെൻസ്, ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് കിടിലം പവേഴ്സ് ലോബോയ്ക്കുണ്ട്. അതായത് സാക്ഷാൽ സൂപ്പർമാനെ വരെ ഇടിച്ചിടാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ് ലോബോ. നമ്മുടെ കാർട്ടൂൺ സീരീസിലൊക്കെ അത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ്പേർട്ട് മാർക്സ്മാനും ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റൻ്റുമാണ്. ലോബോ മോസ്റ്റ്ലി ഗൺസ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ആ കാര്യത്തിൽ ലോബോ പക്കായാണ്. ഗൺസ്, ബോസ് ആൻഡ് ആരോസിനൊക്കെ നല്ല ഉന്നം കിട്ടുന്നൊരു ക്യാരക്ടറാണ്. അതേപോലെ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റൻറ്റും നല്ലപോലെ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ റീജനറേഷൻ ഉണ്ട്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ലോബോ കൈൻഡ് ഓഫ് ഇമ്മോർട്ടലാണ്. അതിന് കാരണം ലോബോയെ നരകത്തിലുള്ളവർക്കും വേണ്ട, സ്വർഗത്തിലുള്ളവർക്കും വേണ്ട, ഒരിടത്തും ലോബോയെ കയറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ലോബോയെ മരണത്തിന് വേണ്ട. സോ ലോബോ ഈസ് ഫോർ എവർ ഇമ്മോർട്ടൽ. ഇതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് എഫക്റ്റാണ് ഈ പറഞ്ഞ റീജനറേഷൻ എബിലിറ്റി എന്ന് വേണമെങ്കിലും പറയാം. പിന്നെ നല്ല ജീനിയസ് ലെവൽ ഇൻ്റലക്റ്റ് ഉണ്ട്. ഇങ്ങനെ കുറേ ഫണ്ണൊക്കെ അടിച്ചെടുക്കുന്ന കാണുമ്പോൾ ഒരു സ്റ്റുപ്പിഡ് ക്യാരക്ടർ നമുക്ക് തോന്നുമെങ്കിലും ഒരു വമ്പൻ ജീനിയസ് ആണ് ലോബോ. ഈ പറഞ്ഞ ഡാർക്ക് സൈഡിനെയും ജസ്റ്റിസ് ലീഗിനെ വരെ തട്ടാനും ഒക്കെ പറ്റുന്നത് ബേസിക്കലി ലോബോയുടെ കയ്യിൽ കുറേ ട്രിക്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അതെപ്പോഴും വർക്ക് ആവത്തില്ല ഒബ്വിയസ്ലി, കാരണം ജസ്റ്റിസ് ലീഗൊക്കെ ഹീറോസാണ്. അവരെ ലോബോയ്ക്ക് ഒറ്റയടിക്കുമെന്ന് കൊന്നുകളയാനും പറ്റില്ല. അല്ലെങ്കിൽ ഡെഡ്പൂൾ കിൽസ് മാർവൽ യൂണിവേഴ്സൊക്കെ പോലെ സെപ്പറേറ്റ് ആൾട്ടർനേറ്റ് യൂണിവേഴ്സ് കഥ ഇറക്കേണ്ടി വരും. പിന്നെ ലോബോയ്ക്ക് പണ്ടുണ്ടായിരുന്ന എബിലിറ്റി ആയിരുന്നു ക്ലോണിങ്. നമ്മുടെ ആദ്യത്തെ ലോബോ വേർഷൻ ഉണ്ടല്ലോ 83-ൽ, അവർക്കും ക്ലോണിങ് പറ്റുന്നൊരു റേസായിട്ടാണ് വെൽറോപ്പിയൻസിനെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് 90s ലോബോ വേർഷനും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് തന്നെ ക്ലോൺസ് ഉണ്ടാക്കാൻ പറ്റും എന്നൊരു സ്റ്റോറി കൊണ്ടുവന്നെങ്കിലും അവസാനം ഈ ക്ലോണുകളെ ഒന്നും ലോബോയ്ക്ക് പിടിക്കുന്നില്ല. ഭയങ്കര അന്നോയിങ്. ഇവരെല്ലാം ലോബോ തന്നെ കൊന്നു കളഞ്ഞു. സോ ലോബോയ്ക്ക് ഇപ്പോഴും വേണമെങ്കിൽ ക്ലോണിങ് എബിലിറ്റി ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ പറഞ്ഞ ക്ലോൺ ചെയ്ത് ഉണ്ടാക്കുന്ന മറ്റൊരു വേർഷനെ ലോബോയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ലോബോ അത് ചെയ്യത്തില്ല. ലോബോ എന്ന ക്യാരക്ടറിനെ ഒരു റൂത്ത്ലെസ് ബൗണ്ടി ഹണ്ടറായിട്ടാണ് എപ്പോഴും കാണിക്കുന്നത്. ലോബോയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൾട്ടിവേഴ്സ് ഇടിഞ്ഞു വീണാലും അത് തീർക്കാതെ ലോബോ പോത്തില്ല. അതായത് ജസ്റ്റിസ് ലീഗോ ഡാർക്ക് സൈഡോ ആരെ വേണമെങ്കിലും കൊല്ലാമെന്ന് പറഞ്ഞു. ലോബോയ്ക്ക് ഈ കോൺട്രാക്റ്റ് ഓക്കെ ആണെങ്കിൽ അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ കൊന്നിരിക്കും. അതിനുവേണ്ടി ലോബോ പോകും. അതാണ് ഈ ക്യാരക്ടറിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. പിന്നെ അപ്പുറത്തേക്കുന്നിടത്തോളം പവർഫുൾ ആയതുകൊണ്ടാണ് പലപ്പോഴും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. എസ്പെഷ്യലി ജസ്റ്റിസ് ലീഗ് എന്നൊക്കെ പറയുന്ന ഒരു ഹോൾ ടീമാണല്ലോ. പിന്നെ വേറൊരു കാര്യം, കൗണ്ടർ കോൺട്രാക്റ്റ് വെച്ചാലോ കോൺട്രാക്റ്റ് ഇടയ്ക്ക് വെച്ച് നിന്നാലോ ലോബോ തിരിയും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റോറി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒമേഗാമെന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് കോൺട്രാക്റ്റ് കൊടുത്തു. പക്ഷെ പകുതിയായപ്പോൾ പറയാണ് പൈസ തരത്തില്ല. അതോടെ ലോബോ തിരിഞ്ഞ് ഒമേഗാമെന്നെ ഹെൽപ്പ് ചെയ്തു. അതേപോലെ കൗണ്ടർ കോൺട്രാക്റ്റ് വെക്കാൻ പറ്റും. ഇപ്പം ലെറ്റ്സ് ലെക്സ് ലൂതർ വന്നിട്ട് പറയുകയാണ് സൂപ്പർമാനെ കൊല്ലാം, നിനക്ക് 1 കോടി രൂപ തരാം. അവിടെ ചെല്ലുമ്പോൾ സൂപ്പർമാൻ പറയും ലെക്സ് ലൂതറിനെ കൊന്നോ, 2 കോടി രൂപ തരാം. അപ്പോഴത്തേക്കും ലെക്സ് ലൂതറിനെ കൊല്ലാൻ പോകും. നോട്ട് റിയലിസ്റ്റിക്, പക്ഷേ ഒരു ഫണ്ണി എക്സാമ്പിളായിട്ട് തോന്നി. അപ്പോൾ അതുപോലാണ് ലോബോയുടെ അവസ്ഥ. പക്ഷേ ഇങ്ങനെയൊക്കെ ഭയങ്കര ഈ പറഞ്ഞ ഒരു റൂത്ത്ലെസ് ആണ്, ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണെന്ന് പറയുമെങ്കിൽ ലോബോയുടെ ഒരു സോഫ്റ്റ് സൈഡും ഉണ്ട്. അത് ലോബോയുടെ
പെറ്റ് സ്പേസ് ഡോൾഫിൻസ് ആണ്. അതായത് ലോബോയ്ക്ക് കുറേ പെറ്റ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ളത് പറഞ്ഞത് സ്പേസ് ഡോൾഫിനുകളാണ്, സ്പേസിൽ പറന്ന് നടക്കുന്ന ഡോൾഫിനുകൾ. ഇവർക്ക് ഫുഡിനൊക്കെ വേണ്ടിയിട്ട് ലോബോ പലപ്പോഴും കോൺട്രാക്ട്സ് എടുക്കാറുണ്ട്. അതായത് ഇവർക്ക് 10 വർഷത്തേക്ക് ഫ്രീ ഫുഡ്, 15 വർഷത്തേക്ക് ഫ്രീ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിനുവേണ്ടി ലോബോ ബൗണ്ടി കോൺട്രാക്ട് എടുക്കും. ഇങ്ങനെ ഒരു 10 വർഷത്തേക്ക് ഫുഡ് തരാം, പെറ്റ് ഡോൾഫിൻസിന് ഫുഡ് തരാം എന്നൊരാൾ പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസ് ലീഗിനെ കൊല്ലാൻ വേണ്ടി ലോബോ ബുള്ളറ്റും എടുത്ത് ഈ സ്പേസ് മൊത്തം കറങ്ങി ഭൂമിയിലോട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും വലിയ റൂത്ത്ലെസ് ബൗണ്ടി ഹണ്ടറാണ്, കോൺട്രാക്ട് ബേസിസിൽ പോകുന്ന ഒരാളാണെന്ന് പറയുമെങ്കിലും പെറ്റ് ഡോൾഫിൻസിൻ്റെ കേസ് വരുമ്പോൾ ലോബോ ഒരു സോഫ്റ്റിയാണ്. പിന്നെ ലോബോയ്ക്ക് ഒരു പെറ്റ് ഡോഗ് ചില കോമിക്സിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഡോൾഫിൻസിൻ്റെ അത്ര എക്സ്പ്ലോർ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ലോബോയ്ക്ക് ഫുഡും വാട്ടറും ഒന്നും വേണ്ട, ജീവിക്കാനൊന്നും വേണ്ട. കാരണം അറിയില്ല, സ്വർഗ്ഗത്തിലും നരകത്തിലും ലോബോയ്ക്ക് കയറ്റത്തില്ല, സോ ലോബോയ്ക്ക് മരിക്കാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഒരു സിഗരറ്റും പിടിച്ച് പിന്നെ ബുള്ളറ്റിൽ ഇങ്ങനെ ലോബോ പറന്ന് കിടക്കും. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആൽക്കഹോൾ കുടിയൊക്കെ ഉണ്ട്. പിന്നെ ലോബോയുടെ കയ്യിൽ മറ്റേ ബോട്ടംലെസ് സാക്കുണ്ട്. അതായത് ലോബോയ്ക്ക് വേണ്ട വെപ്പൺസൊക്കെ ഇതിനകത്തോട്ട് കൈയിട്ട ഇഷ്ടം പോലെ കിട്ടും. നമ്മൾ കാർട്ടൂണിലൊക്കെ കാണാറില്ലേ, റാൻഡംലി എവിടുന്നോ അറിയാത്ത സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. അതുപോലത്തെ സംഭവം ബോട്ടംലെസ് സാക്ക്, ഇതിനകത്തോട്ട് കൈയിടുന്നു, ലോബോയ്ക്ക് വേണ്ട തോക്ക് കിട്ടുന്നു. ഇതൊരു തരത്തിലൊരു ഫണ്ണി ലോജിക്കാണ്. ലോബോ എന്ന ക്യാരക്ടറിന് എപ്പോഴും ഇഷ്ടംപോലെ തോക്കുകൾ വേണം, എന്നാൽ മാത്രമേ ക്യാരക്ടറിൻ്റെ ഫൈറ്റും വയലൻസും കാണിക്കാൻ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി ഫണ്ണി ആയിട്ടുള്ള ലോജിക്കാണ് ഇവരിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്രയധികം പവേഴ്സുള്ള ലോബോയ്ക്ക് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് മൈൻഡ് കൺട്രോൾ പറ്റും. ജസ്റ്റിസ് ലീഗ് വേഴ്സസ് സൂസൈഡ് സ്ക്വാഡ് സ്റ്റോറി ലൈനിൽ മാക്സ്വെല്ലോട് ലോബോയെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ലോബോയുടെ വേർഡ് ആൻഡ് കോൺട്രാക്ട്സ്, ലോബോ ഒരു കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഈ കോൺട്രാക്റ്റിൽ ലോബോയെ പൂട്ടാനുള്ള എന്തെങ്കിലും സംഭവം ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. ഇപ്പോൾ ലെക്സ് ലൂഥർ പോലെ അത്രത്തോളം ബുദ്ധിമാന്മാരായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ലോബോയെ ട്രിക്ക് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും. ലോബോയ്ക്ക് വേണ്ട ഒരു ബൗണ്ടി മാത്രം കൊടുത്താൽ മതി. പിന്നെ ഈ പറഞ്ഞ പെറ്റ് സ്പേസ് ഡോൾഫിൻസ്, അവരുടെ അടുത്ത് ലോബോയ്ക്ക് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അവർക്ക് വേണ്ടി ഈ പറഞ്ഞ ഫ്രീ ഫുഡൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ലോബോ എത്ര വലിയ കോൺട്രാക്റ്റുകളിലും സൈൻ ചെയ്യും. അതൊക്കെയാണ് ലോബോയുടെ വീക്ക്നെസ് എന്ന് പറയാൻ പറ്റുന്നത്. 2011 ഫ്ലാഷ് പോയിന്റ് കോമിക്സ് ഇറങ്ങിയിട്ട് അതിനുശേഷം പുതിയൊരു DC യൂണിവേഴ്സ് ഉണ്ടാവുന്നത്. അതാണ് ന്യൂ 52. അത് പുതിയ റീഡേഴ്സിന് വേണ്ടിയിട്ട് എൻറ്റയർലി ന്യൂ DC യൂണിവേഴ്സ് ഇവർ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ന്യൂ 52 ലോബോ വെർഷനിലോട്ട് വരുമ്പോഴാണ് ഒരു വലിയ കാര്യം റിവീൽ ആവുന്നത്. ഇത്രയും കാലം ലോബോ എന്ന് പറഞ്ഞു കിടന്നാൽ ഒറിജിനലല്ല, അത് ഫേക്കാണ്. അതായത് ശരിക്കുള്ള ലോബോ മറ്റൊരാളാണ്. ഇയാൾ കുറച്ചുകൂടി സ്ലിം ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. ഇയാളുടെ പേരും ഐഡൻറ്റിറ്റിയൊക്കെ അടിച്ചു മാറ്റിയിട്ടാണ് ലോബോ ഇത്രയും കാലം അവിടെ നടന്നത്. ഏറ്റവും അവസാനം ഇയാൾ വന്ന് ലോബോയുടെ തല വെട്ടിയൊക്കെ കളയുന്നുണ്ട്. പക്ഷേ ഒബ്വിയസ്ലി ഈ ഒരു സ്റ്റോറിയിൽ നല്ല ബാക്ക്ലാഷ് കിട്ടി. കാരണം എല്ലാവരുടെയും ഒറിജിനൽ ലോബോ എന്ന് പറയുന്നത് ഇത്രയും കാലം കണ്ട ഒരു ക്യാരക്ടർ തന്നെയാണ്. ഈ ഒരു പുതിയ വെർഷനെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അടുത്ത മൾട്ടിവേഴ്സൽ ക്രോസ് ഓവറിന് ശേഷം DC റീബർത്ത് യൂണിവേഴ്സ് ഉണ്ടായപ്പോൾ പഴയ ലോബോയെ പഴയ പോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു. ആരുടെയും കോപ്പിയൊന്നുമല്ല, ഒരേ ഒരു ലോബോ എന്ന രീതിയിൽ കൊണ്ടുവന്നു. അതോടെ ഫാൻസും ഹാപ്പിയായി. ലോബോ എന്ന ക്യാരക്ടറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് DC ആനിമേറ്റഡ് യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള സൂപ്പർമാൻ ദി ആനിമേറ്റഡ് സീരീസിലാണ്. ലോബോ ആദ്യമായിട്ട് ദ മെയിൻ മാൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 പാർട്ട് എപ്പിസോഡിലാണ് കടന്നു വരുന്നത്. ലോബോ സ്വയം ഇങ്ങനെ ദ മെയിൻ മാൻ എന്നും അങ്ങനെ കുറേ പേരുകളൊക്കെ വിളിക്കും. ഡെഡ്പൂൾ കാണാറില്ലേ, ദ മർക്ക് വിത്ത് എ മൗത്ത് എന്നൊക്കെ, അല്ലെങ്കിൽ ഗോഡ്സ് പെർഫെക്റ്റ് ഇഡിയറ്റ്, അതുപോലെ തന്നെ ദ മെയിൻ മാൻ എന്നൊക്കെയാണ് ലോബോ സ്വയം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ ടൈറ്റിലിൽ വരുന്ന ഒരു എപ്പിസോഡിലാണ് ആദ്യമായിട്ട് ലോബോ DC AUവിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് ജസ്റ്റിസ് ലീഗിലെ ആനിമേറ്റഡ് സീരീസിൽ ലോബോ വന്നിട്ടുണ്ട്. ഫ്ലാഷിൻ്റെ ആനിമേറ്റഡ് സീരീസ്, അതുപോലെ ലീജൺ ഓഫ് സൂപ്പർ ഹീറോസ്, യങ് ജസ്റ്റിസ്, അങ്ങനെ കുറേ കാർട്ടൂൺ സീരീസുകളിലൊക്കെ ലോബോ വന്നു പോയിട്ടുണ്ട്. ലോബോ ലൈവ് ആക്ഷനിൽ മെയിനായിട്ട് കടന്നു വരുന്നത് ക്രിപ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിലാണ്. അതായത് നമ്മുടെ സൂപ്പർമാൻ ബ്രാൻഡിലുള്ള ക്രിപ്റ്റോൺ നശിക്കുന്നതിന് 200-300 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കഥയാണ് ഈ സീരീസിലുള്ളത്. അതൊരു 2 സീസൺ എങ്ങാണ്ട് ഓടിയിരുന്നു. അതിനകത്ത് ലോബോ കടന്നു വരുന്നുണ്ട്, ലോബോയുടെ ഫസ്റ്റ് ലൈവ് ആക്ഷൻ വേർഷൻ. പിന്നെ DC AU പഴയ യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് 2D ആനിമേഷനിൽ കുറച്ച് ഇൻട്രാക്റ്റീവ് ഗെയിംസ് ഇവർ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിലൊന്ന് ഗോതം ഗേൾസ് ആണ്. അതിനകത്ത് ഹാർലി ക്വിൻ, കാറ്റ്വുമൺ, പോയിസൺ ഐവി എന്നുള്ളവരായിരുന്നു. ഇതുകൂടാതെ അടുത്തൊരെണ്ണം ലോബോയുടേതായിരുന്നു. ഇതൊരു ആനിമേറ്റഡ് മൂവി പോലെ നിങ്ങൾക്ക് വേണേൽ കാണാം, യൂട്യൂബിൽ ഇത് അവൈലബിൾ ആണ്. പിന്നെ ലോബോയുടെ ലൈവ് ആക്ഷൻ സിനിമയൊക്കെ പണ്ട് തൊട്ടേ പ്ലാനിലുണ്ടായിരുന്നു. 2009 സമയത്ത് ഗൈ റിച്ചി ഇല്ലേ, സ്നാച്ചിൻ്റെ ഒക്കെ ഡയറക്ടർ, പുള്ളി ലോബോയുടെ ഒരു പടം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് ഒത്തില്ല. പിന്നീട് DCEU അതായത് സ്നൈഡർ ഉണ്ടായിരുന്ന സമയത്ത് ലോബോയുടെ ഒരു സിനിമ കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ജോസ് വിഡോൺ അതിൻ്റെ ഡയറക്ടർ ആവാനൊക്കെ കുറച്ച് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവഞ്ച്വലി അതൊന്നും നടന്നില്ല, ആ ഒരു സാധനം പോയി. പക്ഷേ അത് വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജെയ്സൺ മൊമോ അപ്പുറത്ത് അക്വാമാനും ഇപ്പുറത്ത് വേറെ ആരോ ലോബോയോ ആയതിനെ. അത് നടക്കാത്ത ഒരു കണക്കിന് നന്നായതുകൊണ്ടാണല്ലോ ഇപ്പം നമുക്ക് ജെയ്സൺ മൊമോയുടെ ലോബോ വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ സൂപ്പർ ഗേളിൽ കിട്ടുന്നത്. കോമിക്സിന് പുറത്തൊരു പ്രോപ്പർ അഡാപ്റ്റേഷൻ കിട്ടുന്നതിൽ ലോബോ ഒരു ശാപം പിടിച്ച ക്യാരക്ടറാണെന്ന് പറയാം. നേരത്തെ 2009 പടം, അതും ഗൈ റിച്ചി ഡയറക്റ്റ് ചെയ്യുന്നൊരു പടം ഡെവലപ്മെൻറ്റിൽ കൊണ്ടുവന്നതാണ്, അത് നടന്നില്ല. പിന്നീട് 2017 സമയത്ത് DCEUവിൻ്റെ ഭാഗമായിട്ടൊരു
പടം, അതും നടന്നില്ല. ഇത് കൂടാതെ 2020 സമയത്തൊരു ആനിമേറ്റഡ് സീരീസ് ഇറക്കാൻ, ലോബോയുടെ സോളോ സീരീസ് ഇറക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ കൊറോണയൊക്കെ വന്ന് അതും നടന്നില്ല. എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം കെട്ട ക്യാരക്ടറാണ് ലോബോ. ഇതുപോലെ മാർവൽ ഉണ്ടായിരുന്നത് നമ്മുടെ ഗാംബിറ്റാണ്. ഗാംബിറ്റ് ഈ പറഞ്ഞ സോളോ മൂവി ഉണ്ടായിരുന്നു. അല്ലാതെ പല സിനിമകളിലും ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റിലും X2ലും ഒക്കെ തന്നെ ഗാംബിറ്റിനെ കൊണ്ടുവന്ന് റോളിൽ കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടെങ്കിലും ഒന്നും നടന്നില്ല. പക്ഷേ 2024 ഡെഡ്പൂൾ ആൻഡ് വോൾവറിനിലൂടെ ചാനിങ് ടോട്ടമിൻ്റെ ഗാംബിറ്റിന് ഒരു വലിയ റീവൈവൽ കിട്ടി. പക്ഷേ അതുകൂടാതെ ആ വർഷം അവസാനം തന്നെയാണ് നമ്മുടെ ജെയ്സൺ മൊമോവയുടെ ലോബോയും കൺഫേം ആവുന്നത്. സോ 2 വർഷം മുന്നേ 2024 ഈ പറഞ്ഞ 2 ശാപം പിടിച്ച ക്യാരക്ടേഴ്സിന് ഒരു റിഡംഷൻ കിട്ടിയെന്ന് പറയാം. എന്നിരുന്നാലും ലോബോയുടെ പ്രോപ്പർ വേർഷൻ നമ്മളിപ്പോൾ തിയേറ്ററിൽ കാണാൻ പോവുകയാണ്. ഇതുവരെ നമുക്ക് കിട്ടിയതിന് വളരെ ചെറിയ ഗ്ലിംസ് മാത്രമാണ് ലോബോ എന്ന ക്യാരക്ടറിനുള്ളത്. സിനിമയുടെ മെയിൻ വില്ലനൊന്നും ലോബോ അല്ല, വേറെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെയാണ്. നമ്മൾ സൂപ്പർ ഗണ്ണിൻ്റെ ട്രെയിലർ ബ്രേക്ക് ഡൗണിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ലോബോ ഇതിലൊരു എക്സ്റ്റെൻഡഡ് കെമിയോ പോലത്തെ റോളാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു ക്യാരക്ടറിനെ ആൾക്കാർ നെഞ്ചിലേറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഡെഡ്പൂൾ എന്നൊരു ക്യാരക്ടറിനകത്തുള്ള സ്വീകാര്യത കിട്ടിയെങ്കിൽ ലോബോയ്ക്കും കിട്ടും. എസ്പെഷ്യലി ജെയ്സൺ മൊമോവ എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന ഒരു ആക്ടറും കൂടെ ആയതുകൊണ്ട്. എന്തായാലും ലോബോ എന്ന ക്യാരക്ടറിൻ്റെ സോളോ ഫിലിം സൂപ്പർ ഗണ്ണിന് ശേഷം കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് ലോബോയുടെ കോപ്പിയാണോ ഡെഡ്പൂൾ എന്ന് ചിലർക്ക് ഒരു സംശയം കാണും. ലോബോയുടെ കോപ്പിയല്ല, ഡെഡ് സ്ട്രോക്കിൻ്റെ കോപ്പിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സ്ലൈഡ് വിൽസൺ, വേഡ് വിൽസൺ എന്ന പേരുകൾ പോലും റൈം ചെയ്യുന്നത് അതുകൊണ്ടാണ്. അത് കൊമിക്കിൽ പലപ്പോഴും ഡയറക്റ്റായിട്ട് തന്നെ ഒരു സെൽഫ് ട്രോൾ പോലെ കൊണ്ടുവന്നിട്ടുമുണ്ട്. അത് അവർ തന്നെ എല്ലാവരും അക്നോളജ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ലോബോ എന്ന ക്യാരക്ടർ ഉണ്ടാക്കിയ ഇമ്പാക്റ്റും അത് പേവ് ചെയ്ത് വെയ്യും ഒക്കെ തന്നെയാണ് ഡെഡ്പൂളിനൊക്കെ ഹെൽപ്പായെന്ന് പറയാം. പക്ഷേ ലൈവ് ആക്ഷൻ സിനിമയിലോട്ട് ആദ്യം വന്ന് ഡെഡ്പൂൾ ആയതുകൊണ്ട് വേൾഡ് വൈഡ് ഒരു റെക്കഗ്നൈസബിൾ സാധനം ഡെഡ്പൂളിനുണ്ട്. പക്ഷേ ലോബോയ്ക്ക് അതില്ല. പലരും ഇനിയിപ്പോൾ ലോബോയെ കാണുമ്പോൾ ഡെഡ്പൂളിനെ കോപ്പി അടിച്ച് DC ക്യാരക്ടർ കൊണ്ടുവന്നതെന്നൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഏറ്റവും ആദ്യം വന്നത് ലോബോയാണ് എന്നുള്ളത്. സൂപ്പർ ഗേൾ വുമൺ ഓഫ് ടുമോറോ എന്ന് പറഞ്ഞ് റീസെൻ്റ്ലി ഇറങ്ങി ഒരുപാട് അവാർഡുകൾ മേടിച്ചൊരു കൊമിക്കിനെ ബേസ് ചെയ്താണ് ഇപ്പോൾ വരുന്ന സൂപ്പർ ഗേൾ സിനിമ. അതിലെ സ്റ്റോറിയും വില്ലനും ക്യാരക്ടേഴ്സും ഒക്കെ തന്നെ അതിൽ മെയിനായിട്ടുള്ളത്. എക്സാക്ട് അഡാപ്റ്റേഷൻ ആയിരിക്കത്തില്ല ഒബ്വിയസ്ലി, എന്നാലും ഒരുപാട് പ്ലോട്ട് എലമെൻറ്റുകൾ കാണും. ശരിക്കും ആ കൊമിക് ഒറിജിനലി സൂപ്പർ ഗണ്ണിനെ ലോബോയും സെൻറ്റർ ചെയ്താണ് എഴുതാനിരുന്നത്. പിന്നീട് എഴുതി വന്നപ്പോഴത്തേക്കും സൂപ്പർ ഗണ്ണിനെ മാത്രമാക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോഴത്തെ സിനിമയായപ്പോൾ ലോബോ ഇതിൽ കടന്നു വരുന്നു. ഇതിൻ്റെ കൊമിക്കിൻ്റെ റൈറ്റർ റീസെൻ്റ്ലി ഇതിനെ പറ്റിയിട്ട് പറയുകയുണ്ടായി. അപ്പോൾ ഈ ഒരു സിനിമയിൽ ലോബോ മെയിൻ വില്ലൻ ഒന്നുമല്ല, മറ്റൊരു ക്യാരക്ടറാണ് മെയിൻ വില്ലൻ. ഈ സിനിമയിൽ ഒരു എക്സ്റ്റെൻഡഡ് കെമിയോ റോളായിട്ടായിരിക്കും ലോബോ കടന്നു വരിക. ആൻഡ് ഇതിലൂടെ കിട്ടുന്ന ഒരു ജനസ്വീകാര്യത കൊണ്ട് ലോബോയ്ക്ക് ഒരു സോളോ സിനിമയോ സീരീസോ കിട്ടാൻ എന്തായാലും പ്രേക്ഷകർ പറയും. ഇപ്പം തന്നെ ഞാനടക്കം ഒരുപാട് പേര് അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. സോ സിനിമയും കൂടെ ഇറങ്ങിക്കഴിയുമ്പോൾ അത് പറയണ്ടല്ലോ. സോ അതൊക്കെ കൊണ്ട് തന്നെ ഫ്യൂച്ചറിലൊരു ലോബോ സോളോ സിനിമയോ സീരീസോ ഒക്കെ ജെയിംസ് ഗൺ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജെയ്സൺ മൊമോ അക്വാമാനേക്കാളും പീക്ക് ലെവലിലായിരിക്കും ലോബോ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം കുറേ ആക്ടേഴ്സ് ഇല്ലേ ബോൺ ഫോർ ദ ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ മാട്രയാൻ്റെ കോൺസ്റ്റൻറ്റീനൊക്കെ അതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തോന്നുന്ന മറ്റൊരു ആക്ടറാണ് ജെയ്സൺ മൊമോ ആസ് ലോബോ. സോ ഈ ഒരു സിനിമയിൽ ലോബോയുടെ കടന്നുവരവ് ഒരു 1.5 ഇമ്പാക്റ്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വേറൊരു കാര്യം കൂടെ, സൂപ്പർമാൻ്റെ നെക്സ്റ്റ് സിനിമ മാൻ ഓഫ് ടുമോറോ എന്നാണല്ലോ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. ബ്രെയിനിയാക്കാണ് അതിൽ മെയിൻ വില്ലായിട്ട് വരുന്നത്. ബ്രെയിനിയാക്കെ നേരിടാൻ സൂപ്പർമാനിൽ ലെക്സ് ലൂതറൊക്കെ ഒരുമിക്കുന്ന ഒരു സ്റ്റോറിയായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഇതേ വലിയൊരു ആനിമേറ്റഡ് സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു, DC ടുമോറോവേഴ്സിലെ ആദ്യത്തെ സിനിമയായിട്ട്. അതിൽ ലോബോ ഒരു മെയിൻ റോളിൽ വന്നിരുന്നു. എനിക്കൊന്ന് നിങ്ങൾ കുറേ പേരെങ്കിലും ലോബോ എക്സ്പീരിയൻസ് ചെയ്ത് ഇതിലൂടെ ആയിരിക്കും സൂപ്പർമാൻ ആനിമേറ്റഡ് സീരീസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇപ്പോൾ മാൻ ഓഫ് ടുമോറോ എന്ന ലൈവ് ആക്ഷൻ മൂവി തന്നെ വരുന്ന സമയത്ത് ലോബോ അതിൽ വരാൻ ചാൻസ് കൂടുതലാണ്. മറ്റേ ആനിമേഷൻ കണ്ട പോലെ ഒരു മെയിൻ റോളൊന്നും ആയിരിക്കില്ല, ചെറിയൊരു കെമിയോയോ മറ്റോ ആകാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും ഈ പറഞ്ഞ മാൻ ഓഫ് ടുമോറോയിൽ സൂപ്പർ ഗേളും ഉണ്ടാകുമെന്ന് കുറേ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ ഈ സൂപ്പർ ഗേൾ സിനിമയും ബാക്കിയുള്ള ട്രെയിലറും ഒക്കെ വന്നേ പറ്റൂ. എന്തായാലും ലോബോയ്ക്ക് ഒരു സോളോ മൂവിയും സൂപ്പർമാൻ മാൻ ഓഫ് ടുമോറോ റോളും ഒക്കെ എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ DC, മാർവൽ, സൂപ്പർ ഹീറോ ആൻഡ് ആനിമേ റിലേറ്റഡ് കണ്ടന്റുകൾ നമ്മുടെ ചാനലിൽ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത്തരം കണ്ടന്റ് ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങളെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ Instagram പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട്, ക്വിക്ക് അപ്ഡേറ്റ്സിനായി അതും കൂടെ ഫോളോ ചെയ്തേക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് ഈ പറഞ്ഞ കൂട്ടത്തിൽ പെടാത്ത ഒരുപാട് സീരീസുകളും സിനിമകളും ഹോളിവുഡ് ആണെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും ഒരുപാടുണ്ടല്ലോ. ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് നമ്മുടെ തന്നെ മറ്റൊരു ചാനലാണ്, ഷോ ഡൗൺ ടാക്കീസ്. അപ്പോൾ ആ ഒരു ചാനലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് നിരഞ്ജൻ കന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര.